പറഞ്ഞതുപോലെ ഈ ലോകം എന്ന് അവസാനിക്കും, ലോകത്തിനെന്നാണ് അന്ത്യമുണ്ടാകുക, ഏത് നൂറ്റാണ്ടിലാണ്, ഏത് ദിവസത്തിന്റെ സമയത്താണ് അന്ത്യമുണ്ടാകുക എന്നുള്ള ഒരുപാട് പ്രവചനങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു ജുമുഅ ദിവസം മനുഷ്യർ പടപ്പുകൾ ആദ്യത്തെ പടപ്പായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ച മഗ്രിബിന്റെയും അസ്റിന്റെയും സമയത്ത്, അതിനിടയിലുള്ള സമയത്തായിരിക്കും ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹളം ഊതുക എന്ന് അസ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അത് ഏത് നൂറ്റാണ്ടിലാണെന്നോ ഏത് മാസത്തെ വെള്ളിയാഴ്ചയാണെന്നൊന്നും പ്രവാചകൻ ലോകത്തോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. ലോകത്തിന്റെ തുടക്കം മുതൽ ജനങ്ങളെല്ലാവരും അക്ഷമരായി കാത്തിരിക്കുന്ന അന്ത്യദിനത്തെ സംബന്ധിച്ച് ഒരുപാട് പേര് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഡെവിഷ് ഖൊറാഷ് എന്ന് പറയുന്ന അമേരിക്കക്കാരൻ ലോകം തകർന്നു തരിപ്പണമാകുമെന്ന് ലോകത്തോട് പ്രഖ്യാപനം നടത്തി. ലോകത്തെ ഏറ്റവും വലിയ പ്രവചനക്കാരനായ, തന്റെ ഒട്ടുമിക്ക പ്രവചനങ്ങളും യാഥാർത്ഥ്യമായിരിക്കുന്ന പ്രവചനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ലോകം അംഗീകരിച്ചു കൊടുത്ത നൊസ്ട്രാഡമസ് എന്ന് പറയുന്ന പ്രവാചകൻ, അതേ പ്രവചനക്കാരൻ 1999 ലോകം തകർന്ന് തരിപ്പണമാകുമെന്ന് പ്രഖ്യാപനം നടത്തിയെങ്കിലും ലോകത്തിന് തകർപ്പണമൊന്നും സംഭവിച്ചില്ല. ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഷുമാക്കർ ലവി എന്ന് പറയുന്ന ക്ഷുദ്രഗ്രഹത്തെ നോക്കിക്കൊണ്ട് ശാസ്ത്രലോകം പറഞ്ഞു, ഒരുപക്ഷെ ഇത് ഭൂമിയുടെ അന്തത്തിന് കാരണമാകുന്നു. പക്ഷേ ഷുമാക്കർ ലവി എന്ന് പറയുന്ന ധൂമകേതു ചെന്നിടിച്ചത് വേഴമെന്ന ഗ്രഹത്തിലായതുകൊണ്ട് ഭൂമിയിലുള്ളവർ രക്ഷപ്പെട്ടെന്ന് അവർ പറയുമ്പോഴും 2003 മെയ് മാസം 15-ാം തീയതി ലോകം അവസാനിക്കുമെന്ന് ജപ്പാനിന്റെ പണ്ഡിതന്മാര് പറഞ്ഞുവെങ്കിലും 2012 മെയ് മാസം 22-ാം തീയതി അമേരിക്കയുടെ വിവിധങ്ങളാകുന്ന നഗരങ്ങളിലും, എന്തിനേറെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കേയറ്റത്ത് കിടക്കുന്ന സാംസ്കാരിക കേരളത്തിന്റെ എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്ത് പോലും ബാനർ തൂങ്ങിയിരുന്നു 2012 മെയ് മാസം 22-ാം തീയതി ലോകം അവസാനിക്കുമെന്ന്. എന്നിട്ടും ലോകത്തിനൊന്നും സംഭവിച്ചില്ല. അവസാനമായ പ്രവചനം നടത്തുകയാണ് മായം സംസ്കാരക്കാരുടെ കലണ്ടർ തീരുന്ന 2012 ഡിസംബർ മാസം 21-ാം തീയതി ലോകം തകർന്ന് തരിപ്പണമാകുമെന്ന് പ്രഖ്യാപനം നടത്തുകയും 45,000 യൂറോ വില വരുന്നതായ ബങ്കറുകൾ തയ്യാറാക്കി ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ട് ഞങ്ങളല്ലാത്ത എല്ലാവരും മെക്സിക്കോയുടെ നഗരങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലും മായം സംസ്കാരക്കാർ വില കൂടിയ ആധുനിക സജ്ജീകരണങ്ങൾ സംവിധാനം ചെയ്തുകൊണ്ട് ബങ്കറുകളിൽ താമസിക്കാൻ വേണ്ടി തയ്യാറായി. പക്ഷേ ആ ഡിസംബറിന്റെ 22-ന്റെ സൂര്യോദയം ലോകത്തുണ്ടായെങ്കിൽ ഈ ലോകം എന്ന് അവസാനിക്കുമെന്ന് വ്യക്തമായി പറയാൻ ആർക്കാണ് സാധിക്കുക? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, യസ്അലൂനക അനിസ്സാഅ, അല്ലാഹുവിന്റെ ഹബീബേ അങ്ങയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ജനങ്ങൾ ചോദിക്കുമെന്നാണ്. യസ്അലൂനക അനിസ്സാഅ, ലോകം എന്നാണ് അവസാനിക്കുക? ഈ പ്രപഞ്ചത്തിന് എന്നാണ് അവസാനം ഉണ്ടാകുക? ഈ ആകാശഗോളങ്ങൾ എന്നാണ് തകർന്ന് തരിപ്പണമാകുക? ഈ ലോകം എന്നാണ് അവസാനിക്കുക? ഈ പ്രപഞ്ചം എന്നാണ് അവസാനിക്കുന്നവർ താങ്കളോട് ചോദിക്കും. പ്രവാചകരെ, അല്ലാഹുവിന്റെ ഹബീബിനോട് പടച്ച തമ്പുരാൻ പറഞ്ഞത്, ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, ഈ ലോകം അവസാനിക്കുന്നതിന്റെ അറിവ് അല്ലാഹുവിന് മാത്രമാണ്. പടച്ച തമ്പുരാനല്ലാതെ ഒരു മഖ്ലൂഖിനും ലോകം എന്ന് അവസാനിക്കുമെന്ന് പറയാൻ അസാധ്യമാണ്. അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിന്റെ അറിവുകളിലെ ഭണ്ഡാരമാവുന്ന കലവറകൾ തുറന്നു കൊടുത്തു. എന്നിട്ട് പോലും പ്രവാചകൻ ലോകത്ത് പ്രഖ്യാപനം നടത്തിയില്ല. ലോകാവസാനം നടക്കുന്ന ദിവസത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞില്ല. ആ പ്രവാചകനാണ് സപ്തവാനങ്ങളും കടന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പോകുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ടുമുട്ടി. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി. എന്നെ യാത്രയാക്കപ്പെട്ടതായ രാവുണ്ടല്ലോ, അന്ന് രാത്രി ഞാൻ കണ്ടു ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബിയെ കണ്ടു. ലോകം അവസാനിക്കുക എന്നത് പ്രവാചകന്മാർക്കിടയിലും ചർച്ചയാണ്. ആ ചർച്ചയിലും പ്രവാചകന്മാര് പറഞ്ഞത് അല്ലാഹുവിന് മാത്രം അറിയാവുന്ന രഹസ്യം. അതുകൊണ്ട് ഇനിയും ഒരുപാട് പ്രവാചകന്മാര് കടന്നു വന്നാൽ, പ്രവചനം നടത്തുന്ന പ്രവാചകന്മാര് കടന്നു വന്നാൽ, അല്ല 2150 ഈ ലോകം അവസാനിക്കുമെന്ന് പ്രവചനം നടത്തിയിരിക്കുന്ന ശാസ്ത്രം ഇനിയും ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിരുന്നാലും പടച്ച തമ്പുരാൻ തീരുമാനിക്കുന്ന ദിവസത്തിൽ മാത്രമാണ് ലോകം അവസാനിക്കുക. അതിനൊരു മാറ്റമില്ല.
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചതാണ് മത്തസ്സാഅ യാ റസൂലല്ലാഹ്, ലോകം എന്ന് അവസാനിക്കും പ്രവാചകൻ, ഈ ലോകത്തിന്റെ അവസാനം എന്നാണെന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സാഇൽ, ചോദ്യകർത്താവും ചോദിക്കപ്പെട്ട ആളും ഈ വിഷയത്തിൽ തുല്യരാണ്. ഈ പ്രപഞ്ചം എന്നാണ് അവസാനിക്കുന്ന പ്രവാചകനോട് ചോദിച്ചപ്പോ മഹാനായ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞത് പടച്ച തമ്പുരാന് മാത്രമാണ് മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സാഇൽ, ചോദ്യകർത്താവും ചോദിക്കപ്പെട്ട ആളും ഈ വിഷയത്തിൽ തുല്യരാണെന്ന് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മഹാനായ പ്രവാചകൻ പറഞ്ഞു അല്ലാഹുവിന് മാത്രമേ അറിയാവൂ, അതുകൊണ്ട് കാലങ്ങൾ ഒരുപാടുണ്ടാകും ഇനിയും എന്നുള്ള ചിന്ത വെച്ച് പുലർത്തുന്നത് അബദ്ധ ജഡിലമാണെന്ന് മഹാനായ പ്രവാചകന്റെ വചനങ്ങളുടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പൊ ലോകം അവസാനിക്കും എന്നുള്ള സത്യം അല്ലാഹുവിന് മാത്രമേ അറിയാവൂ. പക്ഷേ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകം അവസാനിക്കുന്നതിന് മുമ്പുള്ള ഈ പ്രപഞ്ചം നാശത്തിലേക്ക് പോകുന്നതിന് കാരണമാകുന്ന ഒരുപാട് രഹസ്യങ്ങളെ കലവറയാകുന്ന അടയാളങ്ങളെ സംബന്ധിച്ച് ലോകത്ത് ഒരു പ്രവാചകനും പ്രവചിച്ചിട്ടില്ല. ലോക അവസാനം ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും അതിനു മുമ്പുണ്ടാകുന്നതായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് അടയാളങ്ങളെ സംബന്ധിച്ച് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നാം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലോകം എന്ന് അവസാനിക്കുക. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അസായകൂന ഖരീബ, തൊട്ടടുത്ത് തന്നെ ഉണ്ടാകാം ലോകാവസാനം. മറ്റൊരു പ്രാവശ്യം ഖുർആൻ പറഞ്ഞു ഇന്നഹും യറഊനഹു ബഈദ വനറാഹു ഖരീബ. ലോകം പറയുന്നു, ലോകം നാം ധരിക്കുന്നു ഇന്നഹും യറഊനഹു ബഈദ, ലോകം അവസാനിക്കും വിദൂര ഭാവിയില, ഒരുപാട് നാളുകൾ കഴിഞ്ഞായിരിക്കും ലോകം അവസാനിക്കുക എന്നുള്ള ധാരണയാണ്. പക്ഷെ ഖുർആൻ പറയുന്നു വനറാഹു ഖരീബ, അത് അടുത്തിരിക്കുന്നു. വഖദ് ജാഅ അശറാത്തുഹാ, അതിന്റെ അടയാളങ്ങൾ ദാ പുലർന്നിരിക്കുന്നു. ഖുർആൻ പറയുന്നു അതിന്റെ അടയാളങ്ങൾ പുലർന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടയാളങ്ങൾ പുലർന്നിരിക്കുന്നു, വന്നിരിക്കുന്നു, വരാൻ പോകുന്ന അടയാളങ്ങളെ സംബന്ധിച്ച് വളരെ സുവിധമായ രീതിയിൽ പ്രവാചകൻ പഠിപ്പിച്ചു. വളരെ ഗൗരവകരമാകുന്ന വിഷയമായതുകൊണ്ട് തമാശകളൊന്നും കാണത്തില്ല, വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. വളരെ ഗൗരവമാകുന്ന ഒരു വിഷയം, സാഅത്തിന്റെ ലോകാവസാനത്തിന്റെ കാര്യം വരെ പ്രവാചകന്റെ മുഖം വിവരണമാകുമായി. കണ്ടാൽ പേടിച്ചു പോകും. അത്രത്തോളം അതിജാഗ്രതയോടുകൂടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനോട് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രവാചകൻ പറഞ്ഞു ഞാൻ അടയാളങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ അടയാളങ്ങൾ പറയുമ്പോൾ എല്ലാം മുഴുവനും കിതാബുകൾ പരിശോധിച്ചപ്പോൾ 91 ചെറിയ അടയാളങ്ങളുണ്ട്. 10 വലിയ അടയാളങ്ങളും 91 ചെറിയ അടയാളങ്ങളും. ആ 91 അടയാളങ്ങളിൽ ഓരോന്ന് കണ്ണിങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും അത്ഭുതമാണ്. എന്റെ പ്രവാചകൻ ചോർന്നൊലിക്കുന്ന മദീന പള്ളിയിൽ ഈത്തപ്പനത്തടിയോട് ചാരിയിരുന്നു കൊണ്ട് നിരക്ഷര കുക്ഷി എന്ന ലോകം വാഴ്ത്തിപ്പാടുന്ന വിജ്ഞാനാഭ്യാസമില്ലാത്ത എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലത്തിന്റെ അതിർത്തികൾ മാറ്റിവെച്ചുകൊണ്ട് നടക്കാൻ പോകുന്ന സംഭവങ്ങളെ അക്കമിട്ട് വളരെ വ്യക്തമായി പറയുന്നത് വായിച്ചപ്പോൾ എന്റെ മുമ്പിലൂടെ ആ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടപ്പോൾ അറിയാതെ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് ആശ്ചര്യമായി പറയേണ്ടി വന്നു. 91 അടയാളങ്ങളാണ്. അത് മുഴുവനും ഞാൻ പറയത്തില്ല, പറയാൻ സമയം കിട്ടത്തുമില്ല. പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപക്ഷെ ഞാനും നിങ്ങളും കാരണക്കാരാകുന്ന കാരണങ്ങൾ, അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ ഞാനോ നിങ്ങളോ ഭാഗവാക്കാകുന്ന കാരണങ്ങളിലൂടെ കടന്നുപോയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ ആരെയും മോശമാക്കാനോ ആരെയും ചിത്രപതം ചെയ്യാനോ ഒന്നുമല്ല പറയുന്നത്. മറിച്ച് അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഞാൻ കാരണമായി ലോകം അവസാനിക്കരുത്, ഞാൻ കാരണമായി ഈ പ്രപഞ്ചത്തിന് അവസാനം ഉണ്ടാകരുത് എന്നൊരു ചിന്ത ഉണ്ടാകുക, ഉടലെടുപ്പിക്കുക എന്ന് മാത്രമാണ് ഈ വിനീതന്റെ മുന്നിലുള്ള ലക്ഷ്യം. അല്ലാതെ എല്ലാ അടയാളങ്ങളും പറഞ്ഞുകൊണ്ട് സമയം ഉപയോഗപ്പെടുത്താൻ അസാധ്യമാണ്. അതുകൊണ്ട് അടയാളങ്ങൾ ഓരോന്നോരോന്ന് കടന്നു പോകുമ്പോ ഇത് ഞാൻ ഭാഗവാക്കാണോ, ഇത് എന്റെ ജീവിതം ഇതിലൂടെയാണ് നടന്നു പോകുന്നത്. എന്റെ പ്രവാചകൻ പറഞ്ഞു ഇത് കാരണമായി ലോകത്തിന് അവസാനം ഉണ്ടാകും.
ആ പ്രവർത്തനം എന്റെ ഉണ്ടെങ്കിൽ ഞാൻ മാറ്റിവെക്കണം. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ തഖൂമുസ്സാഅ, പടപ്പുകൾ വെച്ച് ഏറ്റവും മോശമാകുന്ന പടപ്പുകൾ ഉണ്ടാകുന്ന കാലഘട്ടം വരെ, ഏറ്റവും വൃത്തികെട്ട ജനങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം എത്തുമ്പോ, അല്ലാഹുവിനെ ആരാധിക്കാൻ ആരുമില്ലാതെ കടന്നു വരുമ്പോ, അല്ലാഹുവിനെ വിളിക്കാൻ ഒരു മനുഷ്യനുമില്ലാതെ കടന്നു വരുമ്പോ ഈ ലോകത്തിന് അവസാനം ഉണ്ടാകുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ആ വൃത്തികെട്ട ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. ഒന്നാമത്തെ അടയാളം പ്രവാചകന്റെ വരവും വഫാത്തും. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞത് വളരെ ശ്രദ്ധയോടുകൂടി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇന്ന് രാത്രി എന്നെ മാറാൻ തയ്യാറാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇദാ റഅയ്തുമുൻ നാസ, മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ റഅയ്തുമുൻ നാസ അമാതുസ് സലഹ, ജനങ്ങൾ നിസ്കാരത്തിനെ മരവിപ്പിക്കുന്ന കാലഘട്ടം എത്തിയാൽ, നിസ്കാരമായി ബന്ധമില്ലാത്തൊരു കാലഘട്ടം വരികയാണെങ്കിൽ, 5 നേരത്തെ നിസ്കാരം തോന്നിയ രീതിയിൽ നിർവഹിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ, അതല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് യഥേഷ്ടം പാടിപ്പറക്കുന്ന പ്രാണികളെ പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം വരികയാണെങ്കിൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാതെ ഒരു കാലഘട്ടം വരികയാണെങ്കിൽ, അങ്ങനെയുള്ള മനുഷ്യർ വരികയാണെങ്കിൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അസ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി. ഇനി നമ്മളിലേക്ക് പരിശോധിച്ചു, ഇത് പുലർന്നിട്ടില്ലേ? യാഥാർത്ഥ്യം. കാളിക്കോട് പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ, പള്ളിയിലേക്ക് ഹയ്യ അലസ് സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിച്ചാൽ, കാളിക്കോടിന്റെ പ്രാന്തപ്രദേശത്ത് നിന്ന് എത്ര പേര് പള്ളിയിലേക്ക് കയറി നിസ്കരിക്കും? എത്ര പേര് ആ വിളിനാദം കേട്ടിട്ടും എനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു നീങ്ങും? അത് ലോകാവസാനത്തിന്റെ അടയാളത്തിന് അവർ വിളിച്ചു വരുത്തുകയാണ്. അവർ അതിന്റെ കുഴലൂത്തുകാരാണെന്ന് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രത്യേകമാകുന്ന കാലഘട്ടത്തിലോ അല്ലെ വെള്ളിയാഴ്ച സ്പെഷ്യലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ റമദാനിന്റെ മാത്രമായിട്ടോ പെരുന്നാളിനെ മാത്രമായിട്ടോ ജനങ്ങൾ നിസ്കാരത്തിനെ അവലംബിക്കുന്ന രീതി അങ്ങനെ വരികയാണെങ്കിൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. പള്ളിയിൽ ഒരു ദിവസം കയറിയില്ലെങ്കിലും പെരുന്നാളിന്റെ അന്ന് കയറുകയും വളരെ വിശാലമായ ഫ്രണ്ട് സഭയിൽ വന്നിരിക്കുകയും അവസാനം 5 മിനിറ്റ് താമസിക്കും പാവപ്പെട്ട ഇമാമിന്റെ മണ്ടേ കയറുകയും ചെയ്യുന്ന ഒരു പതിവ്. അന്നാണ് പള്ളി കയറുന്നത്. അതൊരു പള്ളി കണ്ടിട്ടില്ല. അല്ലാഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറയുന്നു, ഇദാ റഅയ്തുമൻ നാസ അമാതുസ് സലാഹ്, ജനങ്ങളെങ്ങാനും നിസ്കാരത്തെ അവമതിക്കുന്നതായ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ, ഘോരഘോരമായവരോട് പ്രഭാഷണം നടത്തിയിട്ടും ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ഒരു മുസ്ലിമിന്റെ ശരീരത്തിലേക്ക് ഏറ്റവും നിർബന്ധമാകുന്ന ഇബാദത്തുകൾ, ഏറ്റവും ഉത്കൃഷ്ടമാകുന്ന ഇബാദത്താകുന്ന നിസ്കാരത്തിനെ നിലനിർത്താൻ പോലും അവനെ ഈമാൻ അവനെ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ, ഈമാൻ അവനെ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എങ്കിൽ, വീടിന്റെ അകത്തളത്തുനിന്നും പള്ളിയിലേക്ക് അവന്റെ ഈമാൻ എത്തിക്കുന്നില്ലെങ്കിൽ, നാളെ അല്ലാഹു ഖബറിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യര് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക? അവന്റെ ഈമാൻ പള്ളിയിലേക്ക് വരാൻ തയ്യാറാക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യന്റെ ഈമാൻ എങ്ങനെയാണ് ഖബർ മുതൽ അങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക? ഇല്ല, ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ജാഗ്രത കൊടുക്കേണ്ട, നിസ്കാരത്തിലേക്ക് ജാഗ്രത കൊടുക്കാതെ വരികയാണെങ്കിൽ മരണത്തോട് മല്ലടിക്കുന്നതായ സമയത്തിലും അല്ലെങ്കിൽ മരണത്തിനെ മുഖാമുഖം കാണുന്ന അവസരത്തിലോ നിസ്കാരത്തിനെ മാറോട് ചേർത്ത് പിടിച്ച മുൻഗാമികളില്ലേ? അള്ളാഹുന്റെ ഹബീബിന്റെ ഇഷ്ടത്തോടനാകുന്ന പ്രവാചകനെ ഒരുപാട് സ്നേഹിച്ച അള്ളാഹുന്റെ ഹബീബിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എന്റെ ജീവനേക്കാളും വല്ലാത്ത വെറുപ്പാ, വല്ലാത്ത സങ്കടപാട്, വല്ലാത്ത വിഷമമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ, എന്താ ഹുബൈബേ നിന്റെ അന്ത്യവിലാസം എന്ന് ചോദിക്കുമ്പോ, എന്താ ഹുബൈബേ നിന്റെ അന്ത്യവിലാസം എന്ന് ചോദിക്കുന്ന അവസരത്തില് ആ ഹുബൈബ ഖുറൈശികളോട് പറഞ്ഞതെന്താ? എനിക്കെന്റെ ഭാര്യയെ കാണണമെന്നോ ബന്ധുമിത്രാദികളെ കാണണമെന്നല്ല, ഒരുപാട് കാലം ജീവിക്കണമെന്നല്ല, എന്റെ വിശ്വാസം ത്യജിച്ചുകൊണ്ട് നിങ്ങളെ കൂടെ വരാമെന്നല്ല പറഞ്ഞത്, 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അവസരം നൽകണമെന്ന് ഹുബൈബ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. കഴുകുമരമതാ നാട്ടപ്പെട്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിട പറയാനുള്ളതാ, ജീവനത അപഹരിക്കപ്പെടാൻ പോകുന്നതാ. ആ അവസരത്തിൽ പോലും മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതെന്താ? 2 നേരത്തെ
തന്നെ 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അവസരം നൽകൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു തആല നിർബന്ധമാക്കിയിരിക്കുന്ന നിസ്കാരത്തിന്റെ ജാഗ്രത അങ്ങ് കളഞ്ഞാൽ ഒരു ദിവസം 5 വഖത്താണെങ്കിൽ, ഒരു കൊല്ലം നിസ്കരിക്കാനുള്ള 1825 വഖത്താണെങ്കിൽ, 60 കൊല്ലം നിസ്കരിക്കേണ്ട മനുഷ്യന് 1,09,500 വഖത്ത് നിസ്കരിക്കണമെങ്കിൽ ഏതാനും ഒരു വഖത്ത് മനഃപൂർവ്വം അങ്ങ് ഖളാ ആക്കി പോയാ 2,88,00,000 വർഷമാ നരകത്തിൽ കടക്കാനുള്ളത്. 2,88,00,000 നരകത്തിൽ കടക്കാനുള്ളത്. അങ്ങനെ ജീവിതത്തിൽ ഒരു ദിവസം നിസ്കരിക്കാതെ മനുഷ്യനതാ 1,09,500 ഗുണം 2,88,00,000 വർഷത്തിൽ നരകത്തിൽ കടക്കാനുള്ളത്. ഏത് കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയിരിക്കാനും അസാധ്യമാണ് അതിന്റെ പൂജ്യത്തിന്റെ കണക്കുകൾ, സംഖ്യകൾ കൂട്ടാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, എല്ലാവിധത്തിലുള്ള ടെലിവിഷൻ സീരിയലൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സമയമാകുമ്പോ, മഗ്രിബാകുമ്പോ, ഇശാ ആകുമ്പോ പടച്ചവനിലേക്ക് മടങ്ങാനുള്ളതാണ്. ഞാനൊരു ലോകാവസാനത്തിന്റെ ഹേതുവാകാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായ നിസ്കാരത്തിന് അമാന്തം കാണിക്കുന്നൊരു മനുഷ്യനാകാൻ പാടില്ല. കൃത്യമായി നിസ്കരിക്കുന്ന, ലോകാവസാനത്തെ ബന്ധിപ്പിക്കുന്ന ഒരാളായി മാറാ. പരിശ്രമിക്കലല്ലാതെ മറ്റൊരു വഴിയുമില്ല. അതുകൊണ്ട് പ്രവാചകൻ നിസ്കാരത്തിനെ ബന്ധിപ്പിക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ അതിനെ അമാന്തിക്കുന്ന, അലസത കാണിക്കുന്ന ഒരു കാലഘട്ടം വന്ന ലോകാവസാനത്തിന്റെ അടയാളമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അതിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കി, 5 നേരത്തെ നിസ്കാരമാണ്. അടുത്ത അടയാളത്തിലേക്ക് പോവുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി രണ്ടാമത് വീണ്ടും അടയാളം പറയുന്നു. പ്രവാചകൻ പറഞ്ഞത് വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിലൂടെ കണ്ട കാര്യങ്ങളാണ്. നമ്മുടെ മുമ്പിലൂടെ മറഞ്ഞതാ, നാം അറിഞ്ഞതാ, മനസ്സിലാക്കിയത്. പ്രവാചകൻ പറഞ്ഞു, അസ്റാത്തു സാഅ അയ്യൽഹറ മൗതുൽ ഫുജ്അ. ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് പൊടുന്നനെയുള്ള മരണങ്ങൾ. മുഅ്മിനെ സംബന്ധിച്ച് പൊടുന്നനെയുള്ള മരണം റാഹത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് സന്തോഷമാണ്, റാഹത്താണെന്ന് ഔകമാകാല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പ്രവാചകൻ പറഞ്ഞത്. ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പ്രവാചകൻ നിന്നുകയാണ്, അയ്യൽഹറ മൗതുൽ ഫുജാ, പൊടുന്നനെയുള്ള മരണങ്ങൾ ഉണ്ടാകുക, പെട്ടെന്നുള്ള മരണങ്ങൾ കടന്നു വരിക. ഒരുപാട് ആഘോഷങ്ങളും ആർഭാഗങ്ങളും ഒരുമിച്ച് കൂടി വരുന്ന അവസരത്തിൽ അവന്റെ ശരീരത്തിലേക്ക് ചേക്കേറുന്ന മാരകമാകുന്ന രോഗങ്ങൾ ആരും തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിൽ കാറിലൂടെ, ബസ്സിലൂടെ, ട്രെയിനിലൂടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിക്കൊണ്ടുള്ള എത്രയെത്ര മരണങ്ങളാണ്. കണ്ണൂരിലെ ചാരയിലല്ലേ രാത്രി 10:30 സമയത്ത് ആരോരും അറിയാതെ 12 ജീവനുകൾ അപഹരിച്ചു കൊണ്ടുപോയെങ്കിൽ മംഗലാപുരത്തെ വിമാനത്താവളത്തിൽ അകപടത്തിലല്ലയോ എത്ര പേരാ, എത്ര മോഹങ്ങളായി കടന്നു വന്ന ലോകത്തൊന്നും ഇവിടെ പറഞ്ഞത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ വളച്ച തമ്പുരാന്റെ വിധി വരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താ? ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അയ്യൽഹറ മൗതുൽ ഫുജ്അ, പൊടുന്നനെയുള്ള മരണമുണ്ടാകുക. രാത്രിയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യനതാ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നില്ല. വാഹനത്തിൽ കയറി യാത്ര പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സഹോദരൻ മടക്കി വരുന്നില്ല. ഭാര്യയോട് രാത്രി ഗൾഫിൽ നിന്ന് ഫോൺ വിളിച്ച് മക്കളോടെല്ലാം നർമ്മരസത്തോട് സംസാരിച്ച് ഫോൺ വെക്കുന്ന സഹോദരന്റെ വാർത്ത പിറ്റുന്നതാ കാതിലേക്ക് എത്തുന്നു. വാഹനാപകടത്തിൽ മരണപ്പെട്ടെന്നാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? അയ്യൽഹറ മൗതുൽ ഫുജ്അ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ആരെയും കുറ്റം പറയാൻ സാധ്യമല്ല, ആരോടും ഒന്നും മിണ്ടാൻ സാധ്യമല്ല. പടച്ചവന്റെ തീരുമാനമാണ്. ലോകാവസാനമാകുമ്പോ പൊടുന്നനെയുള്ള മരണം അതാ കൂടി കൂടി വരിക. ഒന്നുകിൽ മാരകമാകുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആകുന്ന ഹാർട്ട് അറ്റാക്ക് നിമിഷാന്ത നേരത്തിലേക്ക് കടന്നു വരുന്ന ഹാർട്ടിന്റെ സ്തംഭനത്തോടു കൂടി മരണം ഇതാ കടന്നു വരുമ്പോ അള്ളാന്റെ തീരുമാനമാണ്. ലോകാവസാനത്തിന്റെ അടയാളമാണ് അയ്യൽഹറ മൗതുൽ ഫുജ്അ, പൊടുന്നനെയുള്ള മരണമുണ്ടാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചതമ്പുരാൻ അതുപോലുള്ളതായ പൊടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാനല്ലാതെ മറ്റു വഴികളില്ല. ലോകാവസാനത്തിന്റെ അടയാളത്തിൽ മഹാനായ പ്രവാചകൻ എണ്ണി പറഞ്ഞതാണ്. ലോകാവസാനത്തിന്റെ അടയാളമാണ് പൊടുന്നനെയുള്ള മരണങ്ങൾ. അതേ രീതിയിലായിരുന്നാലും
ഇന്ന് സംവിധാനങ്ങൾ കൂടി ഒരുപാട് കാറുകളായി, വാഹനങ്ങളായി, ദിവസേന വാഹന അപകടങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നു. മരണങ്ങളില്ലാത്ത വാർത്തകളില്ല, പത്രങ്ങളില്ല, പത്രത്താളുകളില്ല. ആ രീതിയിൽ 20, 22, 29 വയസ്സുള്ള പല യുവ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ലോകത്തുനിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ രോഗങ്ങളില്ല, ഒന്നുമില്ല, പക്ഷേ പെടുന്നനെ മരണം സംഭവിക്കുന്നു. മഹാനായ പ്രവാചകൻ 14 മുമ്പ് ലോകത്തോട് പ്രഖ്യാപിച്ചു, അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അസ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത കാരണം പറയുമ്പോൾ ചിലരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ അവസാനമായി എണ്ണിയ കാര്യത്തിൽ പ്രവാചകൻ പറഞ്ഞു, ശുരിബത്തുൽ ഖുമൂറു ഫിത് തുർഖ്. കാറിന്റെ ബോണറ്റിലേക്ക് കുപ്പിയും ഗ്ലാസും വെച്ചുകൊണ്ട് കുടിക്കുന്ന സമ്പ്രദായം കാലങ്ങളായി ഉണ്ട്. അത് ഈ ഭാരതത്തിന്റെ തെക്ക് ഭാഗത്ത് നടക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന പച്ചപ്പ് വിരിച്ചിരിക്കുന്ന ഈ പച്ചപ്പരവധാനിയാകുന്ന കേരളത്തിൽ വിദേശികളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന വിനോദ കേന്ദ്രങ്ങളുള്ള ഈ കേരളത്തിന്റെ മുസ്ലിം സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പോലും നട്ടുച്ചയ്ക്കും അർദ്ധരാത്രിയും എന്ന് വേണ്ട ഏത് ആഘോഷത്തിന്റെ വേളകളും, പെരുന്നാൾ വന്നിരുന്നാലും ക്രിസ്മസ് വന്നിരുന്നാലും ഓണം വന്നിരുന്നാലും ഏത് ആഘോഷ വേളകളെത്തിയാലും പരസ്യമായിട്ട് മദ്യപിച്ചുകൊണ്ട് വഴിയോരങ്ങളിൽ മോശമാകുന്ന പ്രവണതകൾ കാണിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാകുക, അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് നടക്കുന്നില്ലെന്ന് വളരെ വ്യക്തമാണ് അല്ലേ? റമദാനിന് പോലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയായി മാറിയിരിക്കും. പണ്ട് കാലങ്ങളിൽ ഒന്ന് സിഗരറ്റ് വലിക്കണമെങ്കിൽ വാപ്പ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജ്യേഷ്ഠനുണ്ടെങ്കിൽ മറഞ്ഞു മാറി അങ്ങോട്ടും ദൂരേക്ക് പോയിട്ട് സിഗരറ്റൊക്കെ വലിച്ചിട്ട് പതുക്കെ മുമ്പിലോട്ട് വരുന്ന ചെറുപ്പക്കാരാണെങ്കിൽ ഇന്ന് വാപ്പ കൂടെ ഉണ്ടെങ്കിൽ 2 എണ്ണം കൂടെ കൂടുതൽ വലിക്കും. ഒന്ന് വാപ്പാക്കും കൊടുക്കും, വലിക്കും വാപ്പ രസീസി പെട്ടെന്ന് അടയാൻ വാപ്പാക്ക് ഒന്നങ്ങ് കൊടുക്കും. പാപ്പക്ക് ഹാർട്ട് അറ്റാക്ക് ആണ്, അതിന്റെ കൂടെ ഒന്ന് സിഗരറ്റ് കൂടെ വലിച്ച് നേരത്തെ പോകുമല്ലോ എന്ന് കരുതി കൊണ്ട് വാപ്പാരെ മുമ്പിൽ വാപ്പായ അടുത്തിരുത്തിക്കൊണ്ടായിരിക്കും മദ്യപാനം നടത്തുന്നത്. വളരെ രഹസ്യമായി ചെയ്തിരുന്ന രീതി മാറി പരസ്യമായിലേക്ക് മടങ്ങുമ്പോ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അസ്റാത്തുസ് സാഅ, മനുഷ്യൻ ശുരിബത്തുൽ ഖുമൂർ ഫി തുർഖി, വഴികളിൽ വെച്ച് മദ്യപാനം നടത്തുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മതമാണ് പഠിപ്പിക്കുന്നത് സുരപാനം നല്ലതാണെന്ന്? ഏത് മതം പഠിപ്പിക്കുന്നു മദ്യപാനം നല്ലതാണെന്ന്? ക്രൈസ്തവരുടെ സുവിശേഷം, മത്തായി സുവിശേഷം പരിശോധിച്ചു നോക്കിയാൽ അതിൽ കാണാൻ പറ്റും, മദ്യപാനിക്ക് സുരപാനം നടത്തുന്നവന് സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല, ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല എന്ന്. ഹൈന്ദവരുടെ മനുസ്മൃതി പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ മദ്യം കുടിക്കുന്നവൻ, സുരപാനം നടത്തുന്നവൻ ബ്രാഹ്മണനെ കൊല്ലുന്നതിനേക്കാളും മഹാപാതകമാണ്, ബ്രാഹ്മണനെ കൊല്ലുന്നതിനേക്കാളും മഹാപാതകമാണെന്ന് പഠിപ്പിക്കുമ്പോ 14 മുമ്പ് മദ്യത്തിനെ പൂർണ്ണമായി നിർമാർജനം ചെയ്ത അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? ലോകാവസാനത്തിന്റെ അടയാളമായ പ്രവാചകൻ പറഞ്ഞെങ്കിലും പ്രവാചകൻ പറഞ്ഞു, ഫൈന്നഹാ ഉമ്മുൽ ഖബായിസ്, മദ്യമെന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർവ്വതിന്മകളുടെ മാതാവാണെന്ന് പ്രവാചകൻ പറയുമ്പോ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ഡിസംബർ മാസത്തിന്റെ ഒരു രാത്രിയിൽ നടന്നു വന്ന 23 വയസ്സുകാരിയാകുന്ന പെൺകുട്ടിയെ 7 കാർമാർത്തരാകുന്ന ചെറുപ്പക്കാർ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയെങ്കിൽ 8ാമത്തെ പ്രതി പോലീസ് പറയുന്നത് മദ്യപാണ്, സുരപാനമാണ്, ലഹരി ഉപയോഗമാണെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എത്ര ഉമ്മമാരാണ് സഹോദരിമാര് കണ്ണുനീരുമായി കഴിയുന്നത്? ഭർത്താവിന്റെ മദ്യപാനം കാണാൻ ഭാര്യ വിലപിക്കുന്ന എത്ര കുടുംബങ്ങളാണ്? സ്വന്തം മക്കളുടെ മദ്യപാന ലഹരി കാരണമായിട്ട് എത്രയോ ദുഃഖങ്ങളായി കഴിയുന്ന ഉമ്മയും ബാപ്പയാണ്. എത്ര പേരാ രാത്രിയുടേതായ അർദ്ധയാമങ്ങളിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് പടച്ച തമ്പുരാനോട്, അല്ലാഹുവേ പടച്ച തമ്പുരാന് എന്റെ പൊന്നുമോന്റെ മദ്യപാനം നീ മാറ്റിത്തരണേ അല്ലാ,
അവന്റെ ലഹരി ഉപയോഗം നീ നീക്കിത്തരണേ എന്ന് ദുആ ചെയ്യുന്ന എത്രയോ ഉമ്മമാരാണ് കൊടിയമാകുന്ന പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. മദ്യപാനത്തിന് പൈസ കൊടുക്കാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ ലഹരി മൂത്ത് വരുന്ന മകന് വേണ്ടി പായ വിരിച്ചു കൊടുക്കാത്തത് കൊണ്ട്, ആഹാരം കൊടുക്കാത്തത് കൊണ്ട്, പെറ്റമ്മയുടെ ഗർഭാശയത്തിൽ പോലും കാലുകൊണ്ട് ചവിട്ടി മെതിക്കുന്ന ആ മാതാവ് മുലപ്പാല് കൊടുത്തിരുന്ന മരണത്തിലേക്ക് താറുമാറായി അടിക്കുന്ന ഏതൊരു ചുണ്ട് കൊണ്ടാണോ പൊന്നുമോന് ചുംബനം കൊടുത്തത്, ആ ചുണ്ടിലേക്ക് കത്തി ഓങ്ങുന്നതായ മക്കളുള്ള കാലഘട്ടത്തില് കാരണം ഏതാ? അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, സർവ തിന്മകളുടെയോ സർവ തിന്മകളുടെയും മാതാവാണ് മദ്യലഹരി എന്ന് അള്ളാന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആ പ്രവാചകൻ പറഞ്ഞതാണ്, എന്റെ സമൂഹം കടന്നു വരുന്നതാണ്, എന്റെ സമൂഹം കടന്നു വരുന്നതാണ്, എന്റെ സമുദായം മദ്യമത കുടിക്കുന്നതാണ്. എന്നിട്ടോ മദ്യം ഒരുപാട് കുടിച്ചിട്ടും അതിന്റെ പേര് മാറ്റി പറയുന്നതാണ്. ഈ ആധുനികമാകുന്ന ലോകത്ത് നടക്കുന്ന മുഴുവൻ കൊള്ളരുതായ്മയ്ക്കും കൂട്ടു നിൽക്കുന്ന രീതിയിൽ മദ്യപാനത്തിൽ ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അത് ഒരുപാട് തിന്മകൾക്ക് കാരണമാണ്, മാനഭംഗപ്പെടുത്തുന്ന ഹേതുവായി മാറുന്നത്, രക്ഷകർത്താക്കളെ ഉപദ്രവിക്കുന്നതിന് കാരണമായി തീരുന്നത്, മോഷണത്തിന് ഹേതുവായി മാറുന്നത്, ഏത് സർവ്വ തിന്മകളുടെയും കാരണമായി തീരുന്നത് മദ്യപാനമാണെന്ന് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ലോകം നന്നാകണമോ, ലോകം ശരിയായ ദിശയിലേക്ക് പോകണമെങ്കിൽ ഈ സാധനങ്ങൾ നിർത്തലാക്കണം. 14 നൂറ്റാണ്ടിന് മുമ്പ് ലോകത്തുള്ള ഒരു സർക്കാരിനും ഒരു നിയമത്തിനും സാധിക്കാത്ത ഏറ്റവും വലിയ രഹസ്യമാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തിന്, ചുണ്ടിൽ ചൂളംവിളിയും കയ്യിൽ ചാട്ടവാറുമായി ഒട്ടകക്കൂട്ടങ്ങളുടെ പിറകെ നടന്നിരുന്ന സമുദായത്തിന് ആകാശത്തിന്റെ മേലാപ്പിൽ മിന്നിത്തിളങ്ങുന്ന താരകങ്ങളാക്കി മാറ്റിയത് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനമാണെങ്കിൽ ആ പ്രവാചകൻ ലഅല്ലകും തുഫ്ലിഹൂ, നിങ്ങൾ വിജയികളായി മാറണമെങ്കിൽ, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകണമെങ്കിൽ, സമൂഹത്തിൽ മാന്യത ഉണ്ടാകണമെങ്കിൽ, സമൂഹത്തിൽ സംസ്കാരം ഉണ്ടാകണമെങ്കിൽ മദ്യത്തിനെ മാറ്റണമെന്ന് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്ത് വരുന്നതായ ഈ കാര്യങ്ങൾ പരസ്യമായി മദ്യപാനം കടന്നു വന്നാൽ അത് അലാമത്തുൽ ഖിയാമ, ലോകാവസാനത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാരണമായി ലോകത്തിന് അവസാനമുണ്ടാകരുത്, അവസാനമുണ്ടാകരുത് എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലിയ ലക്ഷ്യം അവിടെയാണ് ഈ പ്രഭാഷണം കൊണ്ട്. അല്ലാഹു തആല ആരെങ്കിലും ഒരാൾ അങ്ങനെ നിന്നായാൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതിന്റെ പരിപാലകർക്കും ഈ പറയുന്ന എനിക്കും ഇതിന്റെ സഹായികൾക്കും എല്ലാവർക്കും ഏറ്റവും വലിയ നേട്ടം ഇഹലോകത്തും പരലോകത്തും അതായിത്തീരും. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യം പരസ്യമായി ഇതാ പുറന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയോരങ്ങളിൽ മദ്യപാനത്തിന്റെ കേന്ദ്രങ്ങളായി രാത്രിയൊന്ന് മയങ്ങിയാൽ അത് മാറി. ഇപ്പൊ പകലായിരുന്നാലും കുഴപ്പമില്ല, വാഹനത്തിനകത്തും പുറത്തും ബസ്സിനകത്തും ഇടുപ്പിലൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ഒരു ചുറ്റുപാടിലേക്ക്, നാണമില്ലാത്ത ലജ്ജയില്ലാത്ത രീതിയിലേക്ക് സമൂഹം മാറിപ്പോയി. അള്ളാഹു നമ്മളെ മക്കളെ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അടുത്ത കാരണമായി പ്രവാചകൻ എണ്ണിയത് വളരെ ചുരുക്കി, ഇതിനൊക്കെ ഓരോ ദിവസം പ്രഭാഷണം പറയാണ്ട് മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ വിഷയം അത് മാത്രമല്ലാത്തത് കൊണ്ട് ഓരോന്നിലേക്ക് സൂചനകൾ നൽകിക്കൊണ്ട്, ഒരു ഉണർത്ത് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ്. അപ്പൊ ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പ്രവാചകൻ എണ്ണിയത് പരസ്യമായി മദ്യപിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ലോകാവസാനത്തിന്റെ കാരണമാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. വീണ്ടും പ്രവാചകൻ പറയുന്നു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, ഇന്ന ബൈന യദിസ്സാഅ, നിശ്ചയമായി ലോകാവസാനത്തിന് മുമ്പായിട്ട് അയ്യാമൻ ദിവസങ്ങൾ ഉണ്ടാകുന്നതാണ്. ലോകാവസാനത്തുമുള്ള കാലഘട്ടങ്ങൾ ഇൻസുല ഫീഹിൽ ജഹ്ലുഹു, അറിവില്ലായ്മ, അജ്ഞത വർദ്ധിക്കുന്നതാണ്.
അറിവില്ലാത്തവർ, അറിവില്ലാത്ത ജനങ്ങൾ അജ്ഞത വർദ്ധിക്കുന്നതാണ്. അറിവില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരുദങ്ങൾക്കൊന്നും കുറവില്ല, അറിവിന് കുറവില്ല. ലോകത്ത് ആയുധ വ്യാപാരത്തിനേക്കാളും ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെങ്കിൽ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ, ആ വിദ്യാഭ്യാസം കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു സമൂഹത്തിൽ എന്തുണ്ടാവില്ല, സംസ്കാരം ഉണ്ടാകുകയില്ല. എല്ലാവിധ തിന്മകൾക്കും നേതൃത്വം കൊടുക്കേണ്ടി വരിക വിദ്യാഭ്യാസത്തിന്റെ അഗ്രഗണ്യരാണെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അതൊരു വിദ്യാഭ്യാസമല്ല, മതവിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടായി തീരലാണ്. മദ്രസകൾ അസ്തമിക്കലാട്, കുട്ടികൾ മദ്രസയിലേക്ക് വരുന്നത് കുറയലാട്, പഠിക്കാൻ ആളില്ലാതെ വരലാട്, ദർസകൾ അസ്തമിച്ചു പോകലാട്, ആർക്കും ഇതിനോട് താല്പര്യമില്ലാതെ വരികയാണ്. എന്തിനാ പഠിക്കുന്നത്? സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തുച്ഛമാകുന്ന ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുവാനെന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരികയാണെങ്കിൽ പടച്ച തമ്പുരാൻ ഈ വിഭാഗത്തിന് പ്രതിഫലം നൽകുന്ന ആള് പരലോകത്താണ്. സേവനത്തിൻ്റെതായ മനോഹരമായ പർദീസിലേക്ക് ഇറങ്ങാനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ മക്കൾ വളർന്നു വരുമ്പോ വിദ്യാഭ്യാസത്തിന്റെ ഓരോ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മളെ മക്കളെ മുന്നിലേക്ക് ഇരുത്തിക്കൊണ്ട് മഗ്‌രിബിന്റെ സമയമാകുമ്പോ മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ മുൻഗാമികളില്ലേ, മഹാനായ കോട്ടുപ്പാട് പേര് പറഞ്ഞു കൊടുക്കുന്ന നാം ഈ സദസ്സ് പങ്കിടുന്ന അവസരത്തില് അവർ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പടച്ചവനിലേക്ക് അടുത്തു പോയെങ്കിൽ, മഗ്‌രിബിന്റെ സമയങ്ങളിൽ ഒരുപാട് ഇബാദത്തിന് വേണ്ടി ചെലവഴിച്ചെങ്കിൽ, എന്റെ ഉമ്മമാരെ ടെലിവിഷൻ സീരിയലിന്റെ മുമ്പിലേക്ക് ഇരുന്നു കൊണ്ട് സമയം നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ, മക്കൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആന്റെ ആഹാരം കൊടുക്കുന്നില്ലെങ്കിൽ, വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ലെങ്കിൽ, ഏത് ഖുർആനാണ് ഒരു പിടിച്ച വാളുമായ പ്രവാചകനെ കൊല്ലുവാനായിട്ട് കുതിരപ്പുറത്ത് ചാടി വന്ന ഉമറിനെ വിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമാകുന്ന ശാന്തര തീരത്തേക്ക് കൊണ്ടുപോയ വിശുദ്ധ ഖുർആൻ